നമ്മുടെ നിത്യജീവിതത്തിലെ പ്രഥമ വിഭവമാകുന്ന മുട്ട വാങ്ങാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ചോർത്ത് നോക്കൂ. ഇതുപോലെ മുട്ടൻ പണിയാണ് അമേരിക്കക്കാർക്ക് കൊടുക്കുന്നത്. മുട്ടയുടെ വില കേട്ടാൽ അമേരിക്കയിലെ കോഴികൾ പോലും ഇപ്പോൾ കരയും. അതാണ് അവസ്ഥ. ഇതിലും രസകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. മുട്ട വിലയേക്കാൾ കുറവാണ് അമേരിക്കയിലെ ചിക്കൻ വില. അമേരിക്കയിൽ മുട്ടയുടെ വില 2025 തുടക്കത്തിൽ 28% വർദ്ധിച്ച് ഒരു ഡസന് ശരാശരി $6.30 എന്നാണ് കണക്കുകൾ. കാലിഫോർണിയയിലെ മുട്ട വില $8.85 വരെ എത്തിയിരിക്കുന്നു. പക്ഷിപ്പനിയാണ് നിലവിലെ ഈ കോലാഹലത്തിന് കാരണം. 2022 മുതൽ ഈ രോഗം 148 ദശലക്ഷത്തിലധികം കോഴികളെ കൊന്നൊടുക്കി. അതിൽ ഭൂരിഭാഗവും മുട്ടയിടുന്ന കോഴികളാണ്. ഒരു ഫാമിൽ രോഗം പടർന്നാൽ മുഴുവൻ കോഴികളെയും കൊല്ലണമെന്ന USDA അതായത് US കൃഷി വകുപ്പ് നിയമം വന്നതോടെ അമേരിക്കയിലെ മുട്ട പ്രതിസന്ധിയിൽ ഉദയം കൊണ്ടു. ഒരു മുട്ടയിടുന്ന കോഴി പുനർജനനം ചെയ്യാൻ 6 അല്ലെങ്കിൽ 9 മാസം എടുക്കും. അതായത് ഒരു ഫാം തകർന്നാൽ മുട്ട വീണ്ടും മാർക്കറ്റിൽ എത്താൻ ഒരു വലിയ കാത്തിരിപ്പ് തന്നെ വേണം. ഇതിനിടയിൽ ഡിമാൻഡ് കുറയുന്നതുമില്ല. കാരണം അമേരിക്കക്കാർ വർഷം തോറും ശരാശരി 270 മുട്ടകൾ ആവശ്യമാണ്. വിലയും ആകാശ മുട്ടയെത്തി. ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. മുട്ടയുടെ വില ആകാശത്തേക്ക് പറക്കുമ്പോൾ കോഴി മാംസത്തിന്റെ വില അത്രയ്ക്ക് പറക്കുന്നില്ല. ഒരു പൗണ്ട് കോഴി മാംസം ശരാശരി $5 തന്നെ നിൽക്കുന്നു. എന്താണ് ഈ മാജിക്കിന്റെ രഹസ്യം? ഇതിന് പിന്നിലെ 2 തരം കോഴികളുടെ കഥയുണ്ട്. മുട്ടയിടുന്ന ലേയർ കോഴികളും മാംസത്തിനായി വളർത്തുന്ന ബ്രോയിലർ കോഴികളും. ഒരു ഫാമിൽ ലക്ഷക്കണക്കിന് ലേയർ കോഴികളെ വളർത്തിയെടുക്കും. ഇവയെ ബേർഡ് ഫ്ലൂ ബാധിച്ചാൽ, അതായത് പക്ഷിപ്പനി ബാധിച്ചാൽ ഒറ്റയടിക്ക് മുഴുവൻ ഫാമും കാലിയാക്കും. പക്ഷെ ബ്രോയിലർ കോഴികൾ കുറഞ്ഞ സംഖ്യയിൽ വളർത്തപ്പെടുന്നു. അവയുടെ ജീവിതചക്രവും ചെറുതാണ്, 30 മുതൽ 60 ദിവസം വരെയൊക്കെ. അതുകൊണ്ട് ഇവയെ പക്ഷിപ്പനി ബാധിച്ചാലും വേഗം പുതിയത് വളർത്തി മാർക്കറ്റിൽ എത്തിക്കാം. പക്ഷിപ്പനി ബ്രോയിലറുകളെ അത്ര കാര്യമായി ബാധിക്കുന്നില്ല എന്നതും ഒരു ബോണസാണ്. അതിനാൽ ചിക്കൻ ഞാൻ സേഫ് ബ്രോ എന്ന മട്ടിൽ വിലയിൽ വലിയ കുതിപ്പില്ലാതെ നിൽക്കുന്നു. ചിക്കൻ റെന്റൽ മുതൽ എഗ്ലെസ് വരെ അമേരിക്കയിലെ ജനങ്ങൾ ഇപ്പോൾ മുട്ടയില്ലാതെ ജീവിക്കാൻ പുതിയ വഴികൾ കണ്ടെത്തുകയാണ്. ചിലർ ചിക്കൻ റെന്റൽ എന്നൊരു ട്രെൻഡ് തുടങ്ങി. അതായത് കോഴികളെ വാടകയ്ക്ക് എടുക്കുക. ഒരു മാസം $50 മുടക്കി കോഴിയെ വീട്ടിൽ വളർത്തി മുട്ട സ്വന്തമാക്കുന്നു. എന്റെ കോഴി എന്റെ മുട്ട എന്നാണ് ചിക്കൻ ട്രെൻഡിലെ ലൈന്. മറ്റു ചിലർ എഗ്ലെസ് ബേക്കിങ്ങിലേക്ക് മാറി. ബനാനയും ആപ്പിളും ഉപയോഗിച്ച് കേക്ക് ഉണ്ടാക്കുന്നു. കടകളിൽ പരിമിതപ്പെടുത്തലുകളും കൊണ്ടുവന്നു. ഒരു കുടുംബത്തിന് 2 ഡസൻ മുട്ട എന്ന നിയമം വന്നു. മുട്ടയല്ല, ഇത് നമ്മുടെ ലക്ഷറി മുട്ട എന്നാണ് ജനങ്ങളുടെ പരിഹാസം. രാഷ്ട്രീയത്തിലും മുട്ട പൊരിയുന്നു. ഈ മുട്ട പ്രതിസന്ധിയുടെ പഴി മുഴുവൻ മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ തലയിലാണ്. പക്ഷി ഫ്ലൂ മൂലം 166 ബില്യൺ കോഴികളെ ബൈഡന്റെ നേതൃത്വത്തിൽ കൊന്നൊടുക്കിയതാണ് നിലവിൽ മുട്ട വിലയ്ക്ക് പിന്നിലെന്ന് ട്രംപും മസ്കും വ്യക്തമാക്കി. ബൈഡൻ 150 ബില്യൺ കോഴികളെ കൊല്ലാൻ ഉത്തരവിട്ടു. ഇപ്പോൾ മുട്ടയുടെ വില ആകാശത്തേക്ക് എന്നായിരുന്നു മസ്കിന്റെ ട്വീറ്റ്. ഇനി ട്രംപ് കോഴികൾക്ക് പകരം ചുങ്കം ചാർത്തി പ്രശ്നം പരിഹരിക്കുമോ എന്നാണ് ജനം ചോദിക്കുന്നത്.